ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫേസ്ബുക്കും മെസ്സഞ്ചറിൽ പുതിയ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് AI ഫീച്ചർ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വാട്സാപ്പിൽ വന്നിരിക്കുന്ന AI ഫീച്ചർ പോലെയാണ്, പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ പുതിയൊരു ഇൻ്റർഫേസാണ് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വന്നിരിക്കുന്ന AI ഫീച്ചറിലുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നിങ്ങളൊരു ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഉപഭോക്താവാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം പ്ലേ സ്റ്റോറിൽ ചെന്ന് മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇതൊരു മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാറ്റുകൾ വ്യത്യസ്തമായ ഒരു അനുഭവമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലെ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിലും AI ഫീച്ചർ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വാട്സാപ്പിൽ വന്നിരിക്കുന്ന AI ഫീച്ചറിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഇൻ്റർഫേസാണ്. ഇവിടെ ഞാൻ മെസ്സഞ്ചർ ഓണാക്കിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മെസ്സഞ്ചറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നടുഭാഗത്തായിട്ട് AI ഫീച്ചറിൻ്റെ ഒരു എംബ്ലം വന്നിരിക്കുന്നതായിട്ട് കാണാം. നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു ഓപ്പണിംഗ് രീതിയാണ് ഇവിടെ കാണുന്നത്. മെറ്റ അവതരിപ്പിക്കുന്ന AI ഫീച്ചറിൻ്റെ ഒരു ഗ്രാഫിക്സ് വീഡിയോയോട് കൂടിയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. അത് വളരെ രസകരമായ ഗ്രാഫിക് വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും. ഇവിടെ നമ്മൾ മൊബൈൽ സ്ക്രീൻ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നീല വളയത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ധാരാളം ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിന് താഴെയായിട്ട് ഒരുപാട് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന സാധ്യതയുള്ള റിസൾട്ടുകളുടെ ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് ഈ നീല വളയത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ ഓപ്ഷനുകളും ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുമായിട്ട് സ്ക്രോൾ ചെയ്ത് നമുക്കതിൽ ഏതാണ് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെസ്സഞ്ചറിലുള്ള ഇൻബോക്സിൽ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ AI ഫീച്ചർ തന്നെ നമുക്ക് നൽകുന്നതാണ്. അങ്ങനെയാണ് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ AI ഫീച്ചർ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലെ AI ഫീച്ചർ നമുക്ക് എങ്ങനെ ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ഈ സ്ക്രോൾ ചെയ്തു പോകുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് AI ഫീച്ചറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ഇൻബോക്സ് സാധാരണ ഫേസ്ബുക്കും മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കും പോലെ നമുക്ക് വരുന്നതാണ്. പിന്നെ ആ ഇൻബോക്സിൽ നിന്നുകൊണ്ടാണ് നമ്മൾ AI ഫീച്ചറിനോട് നമ്മളുടെ സംശയങ്ങൾ ചോദിക്കാനും ഇങ്ങോട്ട് ഉത്തരം കിട്ടാനും ഒക്കെ ആയിട്ട് ആ ഒരു ഇൻബോക്സാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് AI ഫീച്ചറിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ഇൻബോക്സ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇമാജിൻ എ ഗ്യാസ് ഫയർ പ്ലേസ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം ഇവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. ഒരു ഫയർ പ്ലേസ് ആണ് നമുക്കിവിടെ കാണുന്നത്. അതെല്ലാം വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിത്രത്തിനെ നമുക്ക് ഒരു അനിമേഷൻ വീഡിയോ ആക്കി മാറ്റാനുള്ള പ്രോംപ്റ്റ് നമുക്ക് ഈ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലെ AI ഫീച്ചറിന് നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് ഒരു അനിമേഷൻ വീഡിയോ ആയിട്ട് വരുന്നുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കാവുന്നതാണ്. ഞാൻ ഈ ഫയർ പ്ലേസ് എന്നുള്ള ഈ ഒരു ചിത്രത്തെ ടാഗ് ചെയ്യുകയാണ്. അതിനുശേഷം അനിമേഷൻ വീഡിയോ എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എൻ്റർ അടിച്ചു കഴിയുമ്പോൾ ആ ചിത്രത്തിൻ്റെ ഒരു അനിമേഷൻ വീഡിയോ ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ AI ജനറേറ്റഡ് ഇമേജുകൾ നമുക്ക് ഈ അനിമേഷൻ വീഡിയോകളാക്കി മാറ്റാനുള്ള സൗകര്യം ഈ AI ഫീച്ചേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഈ ഒരു ഫീച്ചേഴ്സ് നമുക്ക് ആദ്യമേ വന്നത് വാട്സാപ്പിലാണ്. ഇപ്പോൾ ഇത് ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കിവിടെ ഒരു ഇമേജും കൂടെ നമുക്ക് ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എഴുതി കൊടുക്കുകയാണ്. താഴെ ജനറേറ്റ് എ ഡ്രാഗൺ ഫ്ലൈ ഇമേജ് ആൻഡ് ഗീവ് ഇറ്റ് എന്ന് ഞാനിവിടെ എഴുതി കൊടുക്കുകയാണ്. നമുക്കിവിടെ ഒരു ഡ്രാഗണിൻ്റെ ഫോട്ടോ ജനറേറ്റ് ചെയ്ത് കിട്ടുമെന്ന് നോക്കാം. ഞാൻ ഇവിടെ സെൻഡ് കൊടുക്കുകയാണ്.
അപ്പോൾ നമുക്കിവിടെ ഒരു തുമ്പിയുടെ ഫോട്ടോയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. ഞാനിതിനെ ഈ ഒരു ഫോട്ടോനെ ടാഗ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അനിമേഷൻ വീഡിയോ എന്ന് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അനിമേഷൻ വീഡിയോ. അതിനുശേഷം സെൻഡ് ചെയ്യുക. ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു അനിമേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ചിറകടിക്കുന്നതായിട്ടൊന്നും കാണാനില്ല, എന്നാലൊരു അനിമേഷൻ വീഡിയോ പോലെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡ്രാഗൺ ഇമേജ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. ഡ്രാഗൺ ഇമേജ്. ഞാനിവിടെ സെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ റിസൾട്ട് ഇപ്പോൾ തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഡ്രാഗൺ ഇമേജ് കിട്ടിയിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് അനിമേഷൻ ചെയ്തിട്ട് വീഡിയോ ആക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ടാഗ് ചെയ്തു. അതിനുശേഷം അനിമേഷൻ വീഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സെൻഡ് ചെയ്യുക. നമുക്ക് വരുന്നുണ്ടോ നോക്കാം. വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ചിറക് അടിക്കുന്നതായിട്ടുള്ള ഒരു അനിമേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള ചിത്രങ്ങൾ നമുക്ക് ഫേസ്ബുക്കിൻ്റെ ഈ മെസ്സഞ്ചറിൽ AI സഹായത്തോടുകൂടി നമുക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജുകളും നമുക്ക് വീഡിയോ മെസ്സേജുകളും എല്ലാം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോകളാക്കുമ്പം നല്ലൊരു പെർഫെക്ഷൻ ഒന്നും ലഭിക്കുന്നില്ല, കാരണം അതിൻ്റെ മൂവ്മെൻ്റ് ഒന്നും അത്ര കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളോട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു വീഡിയോകളാക്കി ചിത്രീകരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കൂടുതൽ അപ്ഡേഷനുകൾ വരുന്നതിന് വരെ നമുക്ക് കാത്തിരിക്കാം. ഇനി നമുക്ക് മലയാളത്തിലൊന്ന് ടൈപ്പ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഇമേജ് നമുക്ക് ലഭിക്കുമോ എന്ന് നോക്കാം. മലയാളവും കൂടെ സപ്പോർട്ട് ചെയ്യുമോ എന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. അതും കൂടെ നോക്കിയിട്ട് വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താക്കാം. അപ്പോൾ നമുക്ക് മലയാളത്തിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ഡ്രാഗൺ ഇമേജ് തരൂ. അതിനുശേഷം സെൻഡ് ചെയ്തു. മലയാളത്തിൽ എത്രമാത്രം കറക്റ്റായിട്ട് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതിനു മുമ്പായിട്ട് ഡ്രാഗണിൻ്റെ ഫ്ലൈ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഈ ഒരു സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇടത് സൈഡിലായിട്ട് നമുക്കൊരു 3 വര കാണാവുന്നതാണ്. ആ വരയിൽ പ്രസ് ചെയ്യുക. ആ വരയിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള AI സെർച്ച് റിസൾട്ട് ഇവിടെ വരുന്നതാണ്. അപ്പോൾ ധാരാളം ഓപ്ഷനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി ധാരാളം ഓപ്ഷനുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് കൂടാണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വേണ്ട വിവരങ്ങൾ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ നമ്മൾ ഈ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പം താഴേക്ക് ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലത്തെ ഒരു സെർച്ച് ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് AI ഓപ്ഷനിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് റിസൾട്ടായിട്ട് ലഭിക്കുക എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ലഭിക്കുന്നതാണ്. വാട്സാപ്പിൻ്റെ സ്ക്രീനിൽ ഇതുപോലൊരു ഓപ്ഷൻ നമുക്ക് സെർച്ച് ഓപ്ഷനായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മെസ്സഞ്ചറിനെ വാട്സാപ്പിൽ നിന്ന് വളരെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഇങ്ങനെയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ആദ്യത്തെ അറിവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഓണാക്കി ഇടാനും മറക്കരുത്. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.